Hi guys, good morning. Today is 23rd of February. ഇന്ന് ഇവിടുത്തെ ബ്രൂണൈ ദാറുസ്സലാമിൻ്റെ നാഷണൽ ഡേ ആണ്. സോ നാഷണൽ ഡേ സെലിബ്രേഷൻസിന് വേണ്ടി നമ്മൾ പോകണം. ഇവിടെ രാവിലെ തന്നെ അത് തുടങ്ങും ആൻഡ് ഭയങ്കര ആൾക്കാരൊക്കെ രാവിലെ തന്നെ വന്നിട്ട് ഫുള്ളായിരിക്കും. സോ ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് നാഷണൽ ഡേ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ വാട്ട് അവേറ്റ്സ് us there. I'm just waiting for Bridger to come. ഞങ്ങൾ ഇന്നലെ നൈറ്റ് സ്ട്രോള് പോയിട്ടുണ്ടായിരുന്നു. സോ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. സോ ഇന്ന് രാവിലെ എങ്ങനെ ഉണ്ടാവും കാണാമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഫുൾ ഫ്ലാഗ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും. നല്ല രസമുണ്ട്. നമുക്ക് പറ്റിയാൽ നമുക്ക് നമ്മുടെ സുൽത്താനിയും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു another episode of some silly sharings. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ബ്രൂണൈയുടെ നാഷണൽ ഡേ ആണ്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കുറച്ച് ബിറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളത് കാണുന്നുണ്ടോ ഗൈസ്? ഈ ലൈറ്റ്സ് ഒക്കെ കാണുന്നില്ലേ? നാളെ നാഷണൽ ഡേ ആയതുകൊണ്ടാണ് കേട്ടോ. അവിടെ കാണുന്നില്ല വലിയൊരു ബോർഡ്. അവിടെ കാണുന്ന ആ ബോർഡില്ലേ, അവിടെയാണ് നാളെ നാഷണൽ ഡേന്റെ ഫംഗ്ഷൻ നടക്കുന്നത്. ഈ റോഡ് ഫുൾ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. 41st നാഷണൽ ഡേ ആണ് ഗൈസ്. ഇതാണ് നാളത്തെ നാഷണൽ ഡേ നടക്കാൻ പോകുന്ന സ്റ്റേഡിയം. ഫുൾ ഫ്ലാഗ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നുണ്ട്. അവിടെ മാല പോലത്തെ ഒരു സംഭവം, അത് പാലസ് ആണ്. ആൻഡ് നാളത്തെ സെലിബ്രേഷന് വേണ്ടിയിട്ട് അത് ഫുൾ ഡെക്കറേറ്റ് ചെയ്താണ്. ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് മാർച്ച് ചെയ്തിട്ടൊക്കെ പോകുന്ന കുട്ടികൾ. Look at that building guys. The Bridger guys. Hi Mara. Hi. അപ്പം നമ്മള് പുറപ്പെട്ടു ഗൈസ്. സൂര്യൻ ഉദിച്ചു. 6:45 മിനിറ്റാണ് സൺറൈസ് ഇവിടെ. അപ്പോൾ ലൈറ്റൊക്കെ വന്നു. രാവിലെ നമ്മളിനി അങ്ങോട്ട് പോയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ 7 തന്നെ ഇവിടെ എത്തി. ഇവിടെ എന്ന് പറയുന്നത് സ്റ്റേഡിയം എത്തിയിട്ടില്ല കേട്ടോ. കാരണം അവിടെ ഒന്നും എന്തായാലും പാർക്കിംഗ് കിട്ടൂല എന്ന് നമുക്കറിയാം. നമ്മൾ സ്റ്റേഡിയത്തിൽ നിന്ന് വിട്ടിട്ട് ഒരു 15-20 മിനിറ്റ്സ് എന്തായാലും വാക്കബിൾ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമുക്ക് പാർക്കിംഗ് സ്പോട്ട് കിട്ടിയിരിക്കുന്നത്. ഈ റോഡിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പാർക്ക് ചെയ്താണ്. ഓൾസോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാർസൊക്കെ ഇതേപോലെ പാർക്കിംഗ് സ്പോട്ട് തപ്പി നടക്കുന്ന ആൾക്കാരാണ്. സോ ഇമാജിൻ ഹൗ മെനി പീപ്പിൾ വുഡ് ഹാവ് കം ഏർലി ദിസ് മോർണിംഗ്. ഇറ്റ്സ് ജസ്റ്റ് 7 AM. വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ഈ ബ്രൂണൈയിൽ it is compulsory for all their government employees to attend this national day celebrations. So അതുകൊണ്ടും കൂടെ അതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും തിരക്കും പാർക്കിംഗ് സ്പോട്ടൊന്നും കിട്ടാത്തത്. നമ്മളിപ്പോൾ ഉള്ളത് ബ്രൂണൈയുടെ ക്യാപിറ്റലായ ബന്ദാർ ശരി ബെഗവാനിലാണ്. ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു റിവർ, ഒരു ബ്രിഡ്ജ്, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള പാർക്കൊക്കെയാണ് ഈ ഒരു ചുറ്റോടുള്ളത്. ആ റിവറിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇറ്റ് വാസ് സോ സീനിക്. ഈ ഒരു സമയത്തൊന്നും നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ട് നോക്കിയിട്ടും കണ്ടിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മൗണ്ടൻസിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഫോഗും ഒരു വലിയ മോസ്ക് ഉണ്ട് ഇവിടെ. ആ മോസ്കൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ട് തോന്നി. ആ ഒരു ക്ലൗഡി അറ്റ്മോസ്ഫിയറിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സൂപ്പറായിരുന്നു. എല്ലാവരും സെയിം ഡയറക്ഷൻസിലേക്കാണ് നടക്കുന്നത്. ഓൾ ഡ്രസ്ഡ് അപ്പ് ആൻഡ് ഓൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാവുന്നത് ദിസ് വിൽ ബി എ സ്പെഷ്യൽ ഡേ ആൻഡ് മെമ്മറബിൾ വൺ. സോ ഞാൻ ഇൻസ്റ്റാക്സ് മിനി എടുത്തിട്ട് നമ്മളുടെ 4 പേരുടെ ഒരു മെമ്മറി പിക്ചർ ക്യാപ്ചർ ചെയ്തു. ഇതൊക്കെ രസമല്ലേ? ഞങ്ങൾ ഓൾമോസ്റ്റ് ദെയർ ആൻഡ് നമുക്ക് ഓൾറെഡി ആ ഡ്രം ബീറ്റ്സ് ഒക്കെ കഴിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ് യൂണിഫോംസിൽ, ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് എല്ലാവരും ഇങ്ങനെ ഡ്രസ്ഡ് അപ്പ് ആയിട്ട് ദേ ആർ ഓൾ എക്സൈറ്റഡ് ടു ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദെയർ മാർച്ച് പാസ്റ്റ് പരേഡ്. നല്ല രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പരേഡ് ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ അക്കമ്പനിങ് ദെയർ ലൗഡ് വൺസ് ഹു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പരേഡ്. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം. ഇവിടെ വെച്ചിട്ടാണ് ഇന്ന് പ്രോഗ്രാം നടക്കുന്നത്. ലിമിറ്റഡ് ആക്സസ് ഇതിൻ്റെ അകത്ത്
അകത്തേക്കുള്ളൂ. ഭയങ്കര വലിയ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷേ സസ്പീഷ്യസ് ലുക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഉള്ള ആൾക്കാരൊന്നും അകത്തേക്ക് കടത്തി വിടില്ല. ഓൾസോ അകത്തുള്ള ആ ഒരു പോഡിയത്തിൽ, ആ ഒരു എലിവേഷനിൽ VIPസും ഡെലിഗേറ്റ്സും പിന്നെ ഹൈ കമ്മീഷൻസൊക്കെ അവർക്ക് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റ്സാണ് അത്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് തീരെ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ നോട്ട് വെരി മച്ച്. അതായത് ഇവിടെ വന്നിരിക്കുന്ന ക്രൗഡിനെ മൊത്തമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് സ്റ്റേഡിയത്തിലില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇരിക്കാനുള്ള സീറ്റ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നിന്നുകൊണ്ട് തന്നെ പരേഡും കാര്യങ്ങളൊക്കെ കാണാം. ഒരു 7:40 ഒക്കെ ആയപ്പോൾ തന്നെ ഇറ്റ് വാസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ബിക്കോസ് അപ്പോഴാണ് നമ്മൾ കണ്ടത് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുള്ള പ്ലറ്റൂൺസൊക്കെ ഇങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ് ടു സീ ദ യൂണിഫോമിറ്റി. അവരെല്ലാവരും ഡ്രസ്ഡപ്പ് ആയിട്ട് അവരുടെ യൂണിഫോംസിൽ ഒരേപോലെ മാച്ചൊക്കെ ചെയ്ത് വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മോറോവർ അവരുടെ ആ ബൂട്ട്സിൻ്റെ സൗണ്ടില്ലേ, അതിങ്ങനെ ഓരോ നേഷൻസ് അവരുടെ നാഷണൽ ഡേയും ഇൻഡിപെൻഡൻസ് ഡേയും റിപ്പബ്ലിക് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മാത്രം കേട്ട് വരുന്ന ഒരു സൗണ്ട് എഫക്റ്റ് ആണ് അല്ലേ. അതിൻ്റെ ഒരു റിഥം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇവിടെ എല്ലായിടത്തും പരേഡ് ചെയ്യുമ്പം ആർമി, നേവി, എയർഫോഴ്സ് അവരുടെ പരേഡൊക്കെ ആണല്ലോ. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത വേറൊരു കാര്യം, ഇവിടെ ഒരുപാട് ഡിവിഷൻസ് ഉള്ള പോലെ എനിക്ക് തോന്നി. മിലിറ്ററീൻ്റെ തന്നെ കുറേ ഏറെ വെറൈറ്റീസ് ഓഫ് യൂണിഫോംസ്. അപ്പം ഇറ്റ് വിൽ ബി ഒബ്വിയസ്ലി ഡിഫറെൻറ്റ് ഡിവിഷൻസ്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലേ. അതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. ബട്ട് ഐ ഫെൽ ദാറ്റ് ലോട്ട് ഓഫ് ഡിവിഷൻസ് ഉള്ള പോലെ എനിക്ക് തോന്നി. കുറേ വെറൈറ്റീസ് ഓഫ് യൂണിഫോംസ് ഉള്ള ആൾക്കാർ ഓരോരോ പ്ലറ്റൂൺസായിട്ട് ഇങ്ങനെ പരേഡിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾസോ ഇവിടെ വിമൻ പാർട്ടിസിപ്പേഷൻ ഇസ് സോ ഹൈ. പരേഡിൽ തന്നെ ഓരോരോ പ്ലറ്റൂൺസ് ആർ ഫുൾ ഓഫ് വിമൻ ആൻഡ് ഇറ്റ് വാസ് എ റിയലി ഗുഡ് തിങ് ടു സീ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബാൻഡിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. സോ വി ഗോട്ട് ടു നോ ദാറ്റ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ടു ബിഗിൻ. ബാൻഡിൻ്റെ ആണെങ്കിലും അവരുടെ യൂണിഫോമും അവരുടെ തൊപ്പിയും ഒക്കെ ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. അവർ വായിക്കുന്ന ബീഡ്സ് വരെ വാസ് റിയലി ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. പിന്നെ ഇവർ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത വലിയൊരു പോളുണ്ട്. അതിലിങ്ങനെ കാറ്റത്താടി ഒലിയെന്നൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കാൻ നല്ല രസമായിരുന്നു. ആൻഡ് ഓൾ ദ കുഞ്ഞി മക്കൾ തൊട്ടിട്ട് പ്രായം ചെന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം ആയപ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ നല്ല വെയിലും ചൂടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ സഹിച്ച് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഭംഗി തന്നെയാണ്. നേരെ വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് എല്ലാ പ്ലാറ്റൂൺസും എല്ലാ ആൾക്കാരും സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. വി ഗോട്ട് ടു നോ ദാറ്റ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ടു സ്റ്റാർട്ട്. ആൻഡ് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബാൻഡ്സ് വായിച്ചു കഴിഞ്ഞിട്ട് ദൈവ പ്രേയിങ് ഗൈസ്. ഇവർ പ്രാർത്ഥന ആയിരിക്കും. ഇവർ എന്ത് നടക്കുന്നതിൻ്റെ മുന്നേയും ഒരു പ്രയർ ഉണ്ടാവും ഇവർക്ക്. ആൻഡ് ഇറ്റ്സ് എ റിയലി റിയലി ഗുഡ് തിങ് ഓഫ് ബ്രൂനൈൻസ്. അവർ എന്ത് ചെയ്യുമ്പോഴും പ്രേ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. ആൻഡ് പ്രേയർ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ആ പ്രെയർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാറിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. മേ ബി ക്രൗൺ പ്രിൻസ് ഓർ സമ്മൺ റിലേറ്റഡ് ടു സുൽത്താൻ വരുന്നതിൻ്റെ കാര്യം പറയാനാണോ എന്താ സംഭവം എന്നറിയില്ല. അപ്പോഴത്തേക്കും തന്നെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയി. കാരണം സുൽത്താൻ വരുമ്പോഴത്തേക്ക് തന്നെ ഈ പ്ലറ്റൂൺസൊക്കെ അകത്തേക്ക് ചെന്ന് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കാറിലാണ് വന്നിട്ട് ഈ കാറ് വന്നതിന് ശേഷമാണ് നമ്മുടെ സുൽത്താൻ്റെ കാറ് വന്നത്. ആൻഡ് അപ്പം തന്നെ ബാൻഡിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ റെഡിയായി എല്ലാവരും പരേഡ് ചെയ്ത് ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് എൻട്രായി പോയിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പരേഡിൽ പങ്കെടുത്ത എല്ലാവരും ഒന്നും ഈ ഒരു സമയത്ത് ഗ്രൗണ്ടിൽ പോയി നിന്നിട്ടില്ല. ദീസ് ആർ ദ എന്താ പറയുക മേജർ വൺസ് അല്ലെങ്കിൽ മെയിൻ വൺസ് എന്ന് പറയാം. ഈ ഗ്രൗണ്ടിൻ്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ കൊള്ളുന്ന ആൾക്കാർ മാത്രമേ ഈ ഒരു സമയത്ത് ഗ്രൗണ്ടിൽ പോയി നിന്നിട്ടുള്ളൂ. എനിക്കറിയില്ല അവർ എന്ത് പ്ലറ്റൂൺ ആണെന്നൊന്നും. പക്ഷേ ഐ ഗെസ് ദേ ആർ സം ഇമ്പോർട്ടൻറ്റ് വൺസ്. കാരണം സുൽത്താൻ അഡ്രസ്സ് ചെയ്യുന്നത് ഇവരെയാണ്. ഇവരെ വന്നിട്ട് ഇങ്ങനെ ഇവരുടെ മുന്നിൽ കൂടെയാണ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു നടത്തം വരിക എന്നുള്ള ആ സംഭവമില്ല അത് ചെയ്യുന്നത്. ആൻഡ് ഹിയർ കംസ് ഹിസ് ഹൈനസ് ഡിയറസ്റ്റ് സുൽത്താൻ ഓഫ് ബ്രൂണൈ ദാറുസ്സലാം. സുൽത്താൻ ഇങ്ങനെ വണ്ടിയിൽ വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. വി വെർ ഓൺ ദിസ് സൈഡ് ഓഫ് ദ ഗ്രൗണ്ട്. ഞങ്ങൾ അത്ര ദൂരെ ആയിരുന്നില്ല. നമുക്കിങ്ങനെ ശരിക്കും നോക്കുമ്പം വണ്ടിയുടെ ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതും അവിടെ നിന്നിരുന്ന ആൾക്കാരിങ്ങനെ സല്യൂട്ട് ചെയ്യുന്നതും സുൽത്താനെ ഡയസിലേക്ക് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകുന്നതും ഒക്കെ നമുക്ക് കാണാമായിരുന്നു. It was clearly visible, but in the camera it was not so എന്താ പറയുക ക്ലിയർ.
പിന്നെ നമ്മൾ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ആ ഒരു കാർ ഇതിലേ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് നമുക്കറിയായിരുന്നു. ദാറ്റ് ഡാഷിങ് so majestic and that beautiful car. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ. ഞങ്ങൾ ഇത്രയും അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് സുൽത്താൻ്റെ കാറിനെ കാണുന്നത്. അതന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബ്രിജോ ക്യാമറയും പിടിച്ച് കാറിൻ്റെ വയ്യാലെ പോകുന്നുണ്ടായിരുന്നു. I mean he was also so excited. Then flag was hoisted and came the national song. ഈ ഒരു ഭാഗത്തിരിക്കുന്നതൊക്കെ VIP, ഡെലിഗേറ്റ്സ് ആൻഡ് ഓരോരോ നേഷൻസിൻ്റെ ഹൈ കമ്മീഷൻസ് ഒക്കെയാണ് കേട്ടോ, ഇൻവൈറ്റഡ് ഗെസ്റ്റ്സ് ഒക്കെയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുൽത്താൻ വാസ് അഡ്രസ്സിങ് ദ പരേഡ്. ഇങ്ങനെ അതിൻ്റെ പരേഡിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നു, എല്ലാവർക്കും സല്യൂട്ടൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. മുന്നിൽ കാണുന്ന അതാണ് നമ്മുടെ സുൽത്താൻ. എനിക്ക് അധികം ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റിയില്ല, ബട്ട് യു ക്യാൻ സീ എ ലോട്ട് ഓഫ് പിക്ചേഴ്സ് വെൻ യു സെർച്ച് ഫോർ നാഷണൽ ഡേ ഓഫ് ബ്രൂണൈ ദാറുസ്സലാം. എല്ലാവരും ഇങ്ങനെ എല്ലാ പരേഡിൻ്റെയും മുന്നിൽ കൂടെ പോയിട്ട് സുൽത്താൻ ഇങ്ങനെ സല്യൂട്ട് ചെയ്ത് അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഹിയർ ഈസ് ദ മോസ്റ്റ് അവൈറ്റഡ് പരേഡ് ഓഫ് ദ ഡേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇഫ് യു ഹാവ് എ ക്ലോസർ ലുക്ക് യു ക്യാൻ സീ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മിലിറ്ററി യൂണിഫോംസ്, ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓൾ ടുഗെദർ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആൾക്കാരെ കാണാം. മിലിറ്ററിയിൽ തന്നെ മിലിറ്ററിയുടെ യൂണിഫോം തന്നെയാണ്, ബട്ട് യു ക്യാൻ സ്റ്റിൽ സീ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓർ വെറൈറ്റീസ് ഓഫ് യൂണിഫോംസ്. ഇത് ഇവിടെ നടന്ന പരേഡിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ. ഇഫ് യു ക്യാൻ സീ അവരുടെ ഒരു വെപ്പൻസും അവരെ മാർച്ച് ചെയ്യുന്ന വിധവും അവർ ഹോൾഡ് ചെയ്യുന്ന അവരുടെ ആ ഒരു ആമർ അല്ലെങ്കിൽ ആ ഒരു തിങ്സ് അതൊക്കെ ഡിഫറെൻ്റാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് യൂണിഫോംസ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരുപാട് പ്ലാറ്റൂൺസ് ഉണ്ട്, ഒരുപാട് ഡിവിഷൻസും ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ പരേഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആസ് ഐ സെഡ്, കുട്ടികളും കോളേജ് സ്റ്റുഡൻസും സ്കൂൾ സ്റ്റുഡൻസും അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ അതർ ഓർഗനൈസേഷൻസ് അവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതൊക്കെ കുറച്ച് കണ്ടു കഴിഞ്ഞതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ ഈ ഗ്രീൻ ഡ്രസ്ഡ് ആയിട്ടുള്ള ഈ കുട്ടികളൊക്കെ അകത്തേക്ക് കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ ബി കമ്പൽസറി തിങ് ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ദർ വാസ് എ ലോട്ട് ഓഫ് കിഡ്സ് ഔട്ട്സൈഡ് ദ സ്റ്റേഡിയം വെയിറ്റിംഗ് ഫോർ ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ പരേഡ്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഓൾസോ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഫുഡ് സ്ട്രീറ്റാണ് ഉള്ളത്. ലോട്ട് ഓഫ് പീപ്പിൾ ഡ്രസ്ഡ് അപ്പ് ഇൻ ദ ട്രഡീഷണൽ വേ. ബ്യൂട്ടിഫുൾ ലേഡീസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരോടൊന്നും പോയി ചോദിച്ചെടുത്തില്ല. ഞാൻ പോകുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ നടക്കുമ്പോഴൊന്നും ആരും ഞങ്ങളുടെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അഗെയിൻ ദിസ് ഇസ് ആർ ഡിയറസ്റ്റ് സുൽത്താൻസ് കാർ. കുറേ ആൾക്കാരൊക്കെ കാസിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, ബട്ട് നമുക്ക് വി കാൻ ഗെറ്റ് ടു ക്ലോസ് വിത്ത് ദ കാർ ബിക്കോസ് മൂന്ന് കാർ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ചുറ്റോടും ഇഫ് യു ക്യാൻ സീ 4 ഭാഗത്തും പോലീസ് ഓഫീസേഴ്സാണ് ഫോർ ഒബ്വിയസ് സെക്യൂരിറ്റി റീസൺസ്. അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാനും അതിന് മുന്നിൽ പോയി വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, ബട്ട് വി വെ അഡ്മയറിങ് ദിസ് മെജസ്റ്റിക് ഓർ റോയൽ കാർ. കുറേ ആൾക്കാർ അവരുടെ ട്രഡീഷണൽ വേസിലും ആ ഒരു കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള അവരുടെ ആ ഒരു വേഷവിധാനത്തിലൊക്കെയാണ് വന്നിട്ടുണ്ടായത്. കുറേ ആൾക്കാർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ക്യാമറ എടുത്ത് വരുമ്പോഴത്തേക്കും എല്ലാവരും പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും. ദിസ് ഈസ് ദ ഷോപ്പ് ഓഫ് ദിസ് ഡേ. ഓക്കെ, ഈ ഒരു ഭാഗത്തൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഷോപ്സാണ്. പക്ഷേ നേരത്തെ ആ ഒരു പച്ച ഡ്രസ്സിട്ട കുട്ടികളൊക്കെ നിൽക്കുന്നതിൻ്റെ സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫുൾ ഓഫ് സ്ട്രീറ്റ് ഫുഡ്സ് ആയിരുന്നു, ഫുൾ ഓഫ് സ്മോക്ക്. എന്താ പറയുക, അവിടെ നിന്ന് തന്നെ അവരുണ്ടാക്കി കൊടുക്കുന്നത് ലോക്കൽ ഡെലിക്കസീസ്, ബെവറേജസ് ആൻഡ് ഓൾ. ഇവിടെയും അങ്ങനെ കുറേ ഡിഷസും കോഴ്സസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. ആൻഡ് we enjoyed quite a lot of food. Thank you for watching. Do like and subscribe. Until next one, bye bye.